നമസ്കാരം. കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് മന്ത്രിയായതോടെ കെ.പി.സി.സി തലപ്പത്ത് ആളില്ലാത്ത അവസ്ഥയിൽ. മന്ത്രിപ്പണിയിൽ സണ്ണി ജോസഫ് മുഴുകിയതിനാൽ കെ.പി.സി.സി ആസ്ഥാനം നാഥനില്ല കളരിയുടെ അവസ്ഥയിലുമാണ്. മന്ത്രിയായതോടെ സ്ഥാനമൊഴിയാനുള്ള സന്നദ്ധത സണ്ണി ജോസഫ് ഹൈക്കമാൻഡിനെ അറിയിച്ചെങ്കിലും ഇതുവരെ ഹൈക്കമാൻഡ് ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. 3 വർക്കിംഗ് പ്രസിഡന്റുമാരിൽ A.P. അനിൽകുമാറും P.C. വിഷ്ണുവും മന്ത്രിമാരാണ്. സംഘടനാ ചുമതലയുണ്ടായിരുന്ന M. ലിജു മന്ത്രിയാണ്. അതിനാൽ ഇവർ പാർട്ടി ചുമതലയിലില്ല. ഷാഫി പറമ്പിൽ MP-യും അത്യാവശ്യത്തിന് മാത്രമേ തലസ്ഥാനത്തെത്തൂ. അതുകൊണ്ട് തന്നെ കെ.പി.സി.സി ഫലത്തിൽ നിശ്ചലമാണ്. ബെന്നി ബെഹന്നാൻ MP-യും ജോസഫ് വാഴക്കൻ ഉൾപ്പെട്ട നേതാക്കൾ കെ.പി.സി.സി അധ്യക്ഷ പദവിയിൽ അവകാശവാദവുമായി രംഗത്തുണ്ട്. കെ.പി.സി.സി അധ്യക്ഷനടക്കമുള്ള കോൺഗ്രസ് ഭാരവാഹികളുടെ പുനഃസംഘടന അനിശ്ചിതമായി നേടുന്നതിൽ പാർട്ടിയിൽ എതിർപ്പ് ശക്തമാണ്. പക്ഷെ തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നും വരേണ്ടതായതിനാൽ നേതാക്കൾ തൽക്കാലം നിശബ്ദത പാലിക്കുകയാണ്. ഭരണകക്ഷിയെ നയിക്കുന്ന പാർട്ടിയുടെ തലപ്പത്താണ് ആളില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നത്. കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് ആളില്ലാത്തതിനാൽ UDF യോഗവും വിളിച്ചുകൂട്ടാൻ കഴിയുന്നുമില്ല. വിഴിഞ്ഞം ഓഹരി വിൽപ്പന, മദ്യനികുതി, PM ശ്രീ തുടങ്ങി ഒരു പിടി പദ്ധതികളിൽ UDF-ൽ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളിൽ മുസ്ലിം ലീഗിൽ ഉൾപ്പെടെ അതൃപ്തി നുരയുന്നുമുണ്ട്. എല്ലാത്തിനും ആദ്യം കെ.പി.സി.സി തലപ്പത്ത് ആള് വരട്ടെ എന്ന നിലപാടിലാണ് കെ.പി.സി.സി നേതൃത്വം. മുഖ്യമന്ത്രിയായതിനാൽ V.D. സതീശൻ തിരക്കിലുമാണ്. തീരുമാനം വൈകിയാൽ UDF കൂടുന്നതും വൈകാനിടയുണ്ട്. ഇതെല്ലാം UDF-ന്റെ നയപരമായ കാര്യങ്ങളെ ബാധിക്കുകയും ചെയ്യും. ബോർഡ് കോർപ്പറേഷൻ കാര്യങ്ങളിൽ വിഭജനമുണ്ടാക്കേണ്ടത് UDF യോഗത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളുടെ എല്ലാം തീരുമാനം വൈകുകയാണ്. അധികാരത്തിലേറി ആഴ്ചകൾ പിന്നിട്ടെങ്കിലും കോൺഗ്രസ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ പോലും ഇതുവരെ പൂർണ്ണമായി നിയമിച്ചിട്ടുമില്ല. കെ.പി.സി.സി പ്രസിഡന്റിനെ ഹൈക്കമാൻഡ് നിയമിക്കുമെന്നും അതിനായി ഹൈക്കമാൻഡ് സംഘം തലസ്ഥാനത്ത് എത്തുമെന്നുമാണ് കെ.പി.സി.സി നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഡൽഹിയിൽ നിന്നും അങ്ങനെ ഒരു വരവുണ്ടായിട്ടില്ല. കെ.പി.സി.സി പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാത്തതിൽ കോൺഗ്രസിൽ അമർഷം ശക്തമാണ്. ഇനിയും തീരുമാനം നീളരുത് എന്നാണ് പാർട്ടിയിൽ നിന്നും ഉയരുന്ന ആവശ്യവും.